നമസ്കാരം, ഏവർക്കും ഇൻഫോ മീഡിയ കേരളത്തിലേക്ക് സ്വാഗതം. 10 വർഷം ജോലി ചെയ്തവർക്ക് സ്ഥിര നിയമനം. പാർട്ട് ടൈം ജീവനക്കാർക്ക് വലിയ ആശ്വാസം നൽകുന്ന തീരുമാനമാണ് സർക്കാർ എടുത്തിരിക്കുന്നത്. 10 വർഷമോ അതിലധികമോ ജോലി ചെയ്യുന്ന പാർട്ട് ടൈം ജീവനക്കാർക്ക് വലിയ ആശ്വാസം നൽകുന്നു. ലൈബ്രറിയൻ, നഴ്സറി ടീച്ചർ ആയ കണ്ടീജന്റ് ജീവനക്കാർ നിങ്ങളിൽ പലരും വർഷങ്ങളായി ജോലി ചെയ്തിട്ടും സ്ഥിര നിയമനം ലഭിക്കാതെ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ പൂർണ്ണമായി നോക്കാം. സർക്കാർ പുറത്തിറക്കിയ പുതിയ തീരുമാനപ്രകാരം ഭാഗികകാലമായോ പാർട്ട് ടൈം അല്ലെങ്കിൽ മറ്റു രീതികളിലോ നിയമനം ലഭിച്ചവർ, തുടർച്ചയായി 10 വർഷമോ അതിലധികമോ സേവനം അനുഷ്ഠിച്ചിട്ടുള്ളവർ, ഇവരെ സ്ഥിരപ്പെടുത്താൻ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. ഇത് ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് വലിയ ആശ്വാസമാണ്. ആരൊക്കെയാണ് ഇതിന്റെ ഗുണഭോക്താക്കളായി പ്രഖ്യാപിച്ചിരിക്കുന്നത്? ലൈബ്രറിയന്മാർ, നഴ്സറി ടീച്ചർമാർ, ആയാമാർ, മറ്റ് പാർട്ട് ടൈം കണ്ടീജന്റ് ജീവനക്കാർ. ഇവരെ ഇനി പാർട്ട് ടൈം കണ്ടീജന്റ് ജീവനക്കാരെ സ്ഥിരപ്പെടുത്തും എന്നാണ് ഉത്തരവ്. ഇത് വെറും ജോലി മാത്രമല്ല, സർവീസ് സുരക്ഷ, വേതന സ്ഥിരത, ഭാവിയിൽ പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ എന്നിവയ്ക്കുള്ള വഴിയും തുറക്കുന്നതായിരിക്കും. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നിയമനം ലഭിച്ചവർ ഒരു പ്രധാന കാര്യം ശ്രദ്ധിക്കണം. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി പാർട്ട് ടൈമായി നിയമനം ലഭിച്ചവർ പിന്നീട് ഓണറേറിയം ദിവസവേതന രീതിയിലേക്ക് മാറ്റപ്പെട്ടവർ, അവരും ഈ ആനുകൂല്യത്തിന് അർഹരാണ്. അതായത് നമ്മളെ ഒഴിവാക്കിയേക്കും എന്ന് പേടിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ടാണ് ഇത്രയും വലിയ തീരുമാനത്തിലേക്ക് എത്തിയത്? 10-15 വർഷം ജോലി ചെയ്തിട്ടും സ്ഥിരതയില്ലാതെ, ഭാവി ഉറപ്പില്ലാതെ, കുറഞ്ഞ വേതനത്തിൽ ജീവിച്ചവർക്ക് ഈ തീരുമാനം അംഗീകാരമാണ്, നീതിയാണ്, സുരക്ഷയാണ്. ഇത് സർക്കാർ ജീവനക്കാരുടെ സേവനത്തെ അംഗീകരിക്കുന്നതിന്റെ തെളിവാണ്. നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ ആരെങ്കിലും 10 വർഷത്തിലധികം സേവനം പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ, പാർട്ട് ടൈം, ഓണറേറിയം, ദിവസവേതനത്തിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ബന്ധപ്പെട്ട ഓഫീസ്, വകുപ്പ്, യൂണിയൻ എന്നിവരുമായി ബന്ധപ്പെടുക. സർവീസ് രേഖകൾ തയ്യാറാക്കി വെക്കുക. ഇത്തരത്തിലുള്ള സർക്കാർ തീരുമാനങ്ങളും ആനുകൂല്യങ്ങളും സാധാരണ ആളുകൾക്ക് എളുപ്പം മനസ്സിലാവുന്ന രീതിയിൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു. വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്